Hi friends, welcome back to our channel. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 2025-26 അഥവാ ഈ വർഷത്തെ പാദവാർഷിക മൂല്യനിർണ്ണയം ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ HS നടക്കുന്ന എക്സാംസും അതിൻ്റെ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്സാം തുടങ്ങുന്നത് 18/8 തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിന് ഈവനിങ്ങിലാണ് എക്സാം, ഉച്ചയ്ക്ക് ശേഷമാണ്. 1ാം ഭാഷാ പേപ്പർ അഥവാ കേരള പാഠാവലിയാണ്. 9ാം ക്ലാസ്സിന് രാവിലെയാണ് സാമൂഹ്യശാസ്ത്രം, 10ാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ്. ഇനി രണ്ടാമത്തെ ദിവസം 19/8/2025 ചൊവ്വാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം 8ാം ക്ലാസ്സിന് ഇംഗ്ലീഷ്, 9ാം ക്ലാസ്സിന് രാവിലെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ശേഷം കലാകായിക പ്രവൃത്തി പരിചയം, 10ാം ക്ലാസ്സിന് രാവിലെ ഗണിതം. ഇങ്ങനെയാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. ഇനി 20ാം തീയതിയാണ് 20/8/2025 ബുധനാഴ്ചയാണ്. 8ാം ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി, 9ാം ക്ലാസ്സിന് രാവിലെ ഹിന്ദി, ഉച്ചയ്ക്ക് ശേഷം ബയോളജി, 10ാം ക്ലാസ്സിന് 1ാം ഭാഷാ പേപ്പർ അഥവാ കേരള പാഠാവലി അല്ലെങ്കിൽ അറബിക്ക്. ഇനി 21/8/2025 വ്യാഴാഴ്ചയാണ്. 8ാം ക്ലാസ്സിന് ഗണിതമാണ് എക്സാം, ഉച്ചയ്ക്ക് ശേഷം. 9ാം ക്ലാസ്സിന് ഗണിതം രാവിലെയാണ്. 10ാം ക്ലാസ്സിന് രാവിലെ സാമൂഹ്യശാസ്ത്രം, ഉച്ചയ്ക്ക് ശേഷം ഹിന്ദിയാണ്. ഇനി 22/8/2025 8ാം ക്ലാസ്സിന് രാവിലെ സാമൂഹ്യശാസ്ത്രം, ഉച്ചയ്ക്ക് ശേഷം കലാകായിക പ്രവൃത്തി പരിചയം. 9ാം ക്ലാസ്സിന് 1ാം ഭാഷാ പേപ്പർ 1:30 മുതൽ 3:15 വരെയാണ്. 1ാം ഭാഷാ പേപ്പർ 2 ആണ് അഥവാ അടിസ്ഥാന പാഠാവലിയാണ്. 10ാം ക്ലാസ്സിന് അന്ന് 1ാം ഭാഷാ പേപ്പർ 2 അഥവാ അടിസ്ഥാന പാഠാവലി തന്നെ രാവിലെയാണ് എക്സാം ഉള്ളത്. ഇനി 25/8/2025 തിങ്കളാഴ്ചയാണ്. 8ാം ക്ലാസ്സിന് രാവിലെ 1ാം ഭാഷാ പേപ്പർ 2 അടിസ്ഥാന പാഠാവലിയാണ്. 9ാം ക്ലാസ്സിന് രാവിലെ കെമിസ്ട്രി, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് ആണ്. 10ാം ക്ലാസ്സിന് ഫിസിക്സ് രാവിലെയാണ് എക്സാം. ഇനി 26/8 8ാം ക്ലാസ്സിന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം അടിസ്ഥാന ശാസ്ത്രം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിന് 1ാം ഭാഷാ പേപ്പർ 1 ആണ്, അതോ കേരള പാഠാവലി അല്ലെങ്കിൽ അറബിക്കാണ്. 10ാം ക്ലാസ്സിന് രാവിലെ കെമിസ്ട്രി, ഉച്ചയ്ക്ക് ശേഷം ബയോളജി. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.